ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഈ രാജിക്ക് വേണ്ടി ഒട്ടും തയ്യാറെടുത്തിരുന്നില്ല. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിവരെ ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രാജ്യസഭയുടെ കാര്യോപദേശക സമിതി യോഗം വിളിക്കില്ല. ബുധനാഴ്ച ഔദ്യോഗിക പരിപാടിക്ക് സ്വന്തം നാടായ ജയ്പൂർ സന്ദർശിക്കുമെന്ന നോട്ടീസും പുറത്തിറക്കില്ല. ഈ സമയത്തിനിടയ്ക്ക് അതൃപ്തിക്ക് പാത്രമാകാൻ മാത്രം എന്താണ് സംഭവിച്ചത്? ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ പുറത്താക്കാനുള്ള നടപടികൾക്കായി പ്രതിപക്ഷം സമർപ്പിച്ച പ്രമേയം അംഗീകരിച്ചത് തിങ്കളാഴ്ചയാണ്. ആ പ്രമേയത്തിൽ 50 പ്രതിപക്ഷ എംപിമാരാണ് ഒപ്പിട്ടിരുന്നത്. പ്രമേയം സർക്കാർ തന്നെ അവതരിപ്പിച്ച് ജസ്റ്റിസ് വർമ്മയെ പുറത്താക്കാനുള്ള നടപടികൾ ആലോചിച്ച് വരികയായിരുന്നു. അതിനുള്ള നീക്കത്തിലായിരുന്ന സർക്കാരിന് പ്രതിപക്ഷ പ്രമേയം നാണക്കേടായി. അക്കാരണത്താൽ ഏതെങ്കിലും മുതിർന്ന BJP നേതാവ് അതൃപ്തി അറിയിച്ചിട്ടുണ്ടാകണം. പൊതുവെ ചുണ്ടിക്കാരനായ ജഗ്ദീപ് ധൻഖർ എടുത്തടിച്ച് രാജി നൽകി കാണും. ഇതൊരു ഊഹാപോഹം മാത്രമാണ്. ശരിക്കും ആരോഗ്യ പ്രശ്നമാണോ ഉടനടി രാജിക്കുള്ള കാരണം? അതാണെങ്കിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിലെ ആദ്യ ദിവസത്തെ നടപടി കഴിയും വരെ എന്തിന് കാത്തിരുന്നു? സ്പോട്ട്ലൈറ്റ്സ് പരിശോധിക്കുകയാണ്. ഉപരാഷ്ട്രപതിയും രാജിയാകാത്ത വിവാദങ്ങളും. ഇന്ത്യയിൽ ഇങ്ങനെ ഉപരാഷ്ട്രപതിമാർ രാജിവെച്ച ചരിത്രമേ ഇല്ല. 2 തവണ മാത്രമാണ് ഉപരാഷ്ട്രപതിമാർ കാലാവധി പൂർത്തിയാക്കാത്ത സന്ദർഭമുണ്ടായിട്ടുള്ളത്. ആദ്യത്തേത് VV ഗിരിയുടെ രാജിയായിരുന്നു. അത് സാക്കിർ ഹുസൈൻ അന്തരിച്ചപ്പോൾ രാഷ്ട്രപതിയുടെ ചുമതല ഏറ്റെടുക്കാനായി രാജിവെച്ചതാണ്. പിന്നീടൊന്നുണ്ടായത് അത് രാജിയായിരുന്നില്ല. 2002 കൃഷൻകാന്ത് പദവിയിലിരിക്കെ അന്തരിക്കുകയായിരുന്നു. ഈ 2 സംഭവങ്ങൾ ഒഴിച്ചാൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിമാർ ആരും തന്നെ കാലാവധി പൂർത്തിയാകാതെ മടങ്ങിയിട്ടില്ല. അവിടെയാണ് ജഗ്ദീപ് ധൻഖറുടെ അസാധാരണ രാജി ചർച്ചയാകുന്നത്. മൂക്കത്ത് ചുണ്ടിക്കാരനായ ഉപരാഷ്ട്രപതി BJPയുടെ വിരട്ടലിൽ രാജിവെച്ചോ? അതാണ് അറിയാനുള്ളത്. അതല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയുടെ രാജി നേരത്തെ തന്നെ BJP ആവശ്യപ്പെട്ടിരുന്നോ? അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തുകൊണ്ടെന്നാൽ ഉപരാഷ്ട്രപതി രാവിലെ തന്നെ രാഷ്ട്രപതിയെ സന്ദർശിച്ച് ദീർഘനേരം ചർച്ച നടത്തിയിരുന്നു. പാർലമെന്റ് സമ്മേളനം തുടങ്ങും മുൻപുള്ള പതിവ് കൂടിക്കാഴ്ച മാത്രമായിരുന്നില്ല അത്. മുൻകൂട്ടി തീരുമാനിക്കാത്ത കൂടിക്കാഴ്ചയായിരുന്നു. അവിടെ എന്തൊക്കെ ചർച്ചയായി എന്നത് ഇപ്പോഴും അവ്യക്തവുമാണ്. രാഷ്ട്രീയ സ്ഥിരതയും അഭിപ്രായ സ്ഥിരതയും ഉള്ള നേതാവാണ് ജഗ്ദീപ് ധൻഖർ എന്ന് ഒരിക്കലും പറയാനാകില്ല. ജനതാദൾ നേതാവും ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയുമായിരുന്നു. ചന്ദ്രശേഖറിന് അധികാരം നഷ്ടമായതിന് പിന്നാലെ കോൺഗ്രസിൽ ചെന്നു ചേർന്ന ചരിത്രവുമുണ്ട് അദ്ദേഹത്തിന്. 1991 തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ധൻഖർ കോൺഗ്രസ് ആയത്. കോൺഗ്രസിൽ നിന്നും പരാജയങ്ങൾ തുടർക്കഥയായപ്പോൾ 2003 BJP ആയി. എന്നും ഒരു അസംതൃപ്തന്റെ സ്വഭാവ വിശേഷണങ്ങൾ ധൻഖർ പ്രകടിപ്പിച്ചിരുന്നു. രാജ്യത്തെ ഏറ്റവും പ്രശ്നക്കാരനായ ഗവർണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം ജഗ്ദീപ് ധൻഖർ എന്നാണ്. പശ്ചിമ ബംഗാളിൽ മമതാ സർക്കാരുമായി ദിവസവും ഏറ്റുമുട്ടൽ ഉണ്ടാകുമായിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നേരത്തെയും ഇത്തരത്തിൽ ചണ്ടകളൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നുവെങ്കിലും അത് ഇത്രമേൽ രൂക്ഷമാകുന്നത് ആദ്യമായിരുന്നു. സുപ്രീം കോടതി വരെ ഇടപെട്ട് ഗവർണറെ തിരുത്തിയ സന്ദർഭങ്ങൾ പോലും ബംഗാളിലുണ്ടായി. അപ്പോഴും നിലപാടുകളിൽ ഒട്ടും അയവില്ലാതെ ഏറ്റുമുട്ടലിന്റെ പാതയിൽ തന്നെയായിരുന്നു ജഗ്ദീപ് ധൻഖർ. ആ പോരാട്ട വീര്യം കണ്ടാണ് ധൻഖറിനെ ഉപരാഷ്ട്രപതിയാക്കാൻ BJP തീരുമാനിച്ചത്. പ്രതിപക്ഷത്തിന് എപ്പോഴും മേൽക്കൈയുള്ള രാജ്യസഭയിൽ അവരെ കൈകാര്യം ചെയ്യാൻ കണ്ടെത്തിയ ഉപകരണമായിരുന്നു ധൻഖർ. ഹാമിദ് അൻസാരിയും വെങ്കയ്യ നായിഡുവുമൊക്കെ പ്രതിപക്ഷത്തിന് ബഹുമാനം നൽകുന്നു എന്ന് BJPയിൽ തന്നെ ഉണ്ടായ മുറുമുറുപ്പാണ് ധൻഖറിലെ തിരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചത്. പക്ഷേ ഉപരാഷ്ട്രപതി ആയ ശേഷം BJPയുടെ ആഗ്രഹം പോലെ ധൻഖർ ഒരു കാർക്കച്ചക്കാരനായില്ല. BJP ആഗ്രഹിക്കാത്ത പല ചർച്ചകളും രാജ്യസഭയിൽ നടന്നു. പ്രതിപക്ഷ MPമാർക്ക് സർക്കാരിനെ കുടഞ്ഞെറിയാൻ സമയം നൽകി. രാജ്യസഭയിൽ നിന്ന് സർക്കാർ ഭാഗത്തേക്കാൾ പ്രതിപക്ഷ ഭാഗം വാർത്തകളിൽ നിറഞ്ഞു. ഇത്തരം ചെറിയ ചെറിയ അതൃപ്തികൾക്കിടയിലാണ് വലിയ പ്രശ്നമുണ്ടായി വന്നത്. ജസ്റ്റിസ് വർമ്മയെ നീക്കാനുള്ള പ്രതിപക്ഷ നടപടി നീക്കം ധൻഖർ അംഗീകരിച്ചു. ബീഹാർ തിരഞ്ഞെടുപ്പ് വരികയാണ്. അതിലേക്കായി BJP എന്തെങ്കിലും മുൻകൂട്ടി കണ്ടോ? അവിടെ JDUവിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ ജയിക്കുന്നത് BJP ആണ്. മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാറിൽ നിന്നും ഏറ്റെടുക്കാനുള്ള ഒരു നീക്കം നടത്തിയിട്ടുണ്ടാകാം. അങ്ങനെ നിതീഷിന് പകരം നൽകിയ വാഗ്ദാനമാണോ ഉപരാഷ്ട്രപതി സ്ഥാനം? അടുത്ത തലമുറയിലേക്ക് പദവി കൈമാറാൻ നിതീഷ് തയ്യാറെടുക്കുന്നു എന്നും ഈ ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മറ്റൊരു സാധ്യത പ്രവചിക്കപ്പെടുന്നത് ശശി തരൂരിന്റെ കാര്യത്തിലാണ്. തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കി പാളയത്തിലെത്തിക്കാൻ BJP ശ്രമിക്കുന്നു എന്നതാണ് അത്തരം ഗൂഢാലോചന ആരോപിക്കുന്നവരുടെ കണക്കുകൂട്ടൽ. സജീവമായ എല്ലാ രാഷ്ട്രീയവും ഉപേക്ഷിച്ച് ഉപരാഷ്ട്രപതിയായി ഇരിക്കാൻ വേണ്ടി
തരൂർ എന്തിന് BJP ആക്കണം എന്നാണ് ഇപ്പോഴുയരുന്ന ചോദ്യം. ഇതിൽ ഒരു ഗൂഢാലോചനയും കാണാത്ത നിഷ്കളങ്കർ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്ന പേരുകളാണ് PS ശ്രീധരൻപിള്ളയുടേതും ആരിഫ് മുഹമ്മദ് ഖാന്റെയും. ധൻഖറിന്റേത് ശരിക്കും ആരോഗ്യ പ്രശ്നം മൂലമുള്ള രാജിയാണെങ്കിൽ മാത്രമേ ശ്രീധരൻപിള്ളയോ അതല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനോ ഒക്കെ പകരക്കാരാകൂ എന്ന് കരുതാൻ കഴിയുകയുള്ളൂ. പൊടുന്നനെ രാജിവച്ചിറങ്ങാൻ മാത്രമുള്ള എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം ധൻഖറിന് ഉണ്ടായിരുന്നതായി ആർക്കും വ്യക്തതയുമില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് JNUവിൽ ഒരു യോഗത്തിൽ ഉപരാഷ്ട്രപതി ഒരു സൂചന നൽകിയിരുന്നു. ശരിയായ സമയത്ത് താൻ വിരമിക്കുമെന്നും പിന്നെ പദവിയിൽ തുടരില്ല എന്നുമായിരുന്നു ആ പ്രസംഗം. 75 വയസ്സിന് മുൻപ് വിരമിക്കും എന്നതിന്റെ സൂചനയായാണ് പലരും ആ പ്രസ്താവനയെ കണ്ടത്. 75 വയസ്സാകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരമിക്കുമോ എന്ന ചർച്ചകൾ ഒരു വശത്ത് നടക്കുകയാണ്. ശരിക്കും പ്രധാനമന്ത്രിയേക്കാൾ 8 മാസത്തെ ചെറുപ്പമാണ് ധൻഖറിന്. 75 വയസ്സാകാൻ ഇനിയും 10 മാസം കൂടിയുണ്ട്. ആ സമയത്തുള്ള രാജിക്ക് അതുകൊണ്ട് പല മാനങ്ങളുമുണ്ട്. ഈ സെപ്റ്റംബർ 17-നാണ് പ്രധാനമന്ത്രി മോദിക്ക് 75 വയസ്സ് തികയുക. അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും ഒക്കെ 75 വയസ്സ് കഴിഞ്ഞപ്പോൾ നിർബന്ധിത വിരമിക്കൽ നൽകിയ പാർട്ടിയാണ്. മോദിയുടെ കാര്യത്തിൽ എന്തു തീരുമാനമെടുക്കുമെന്ന് രാജ്യം ആകാംക്ഷ കൊള്ളുന്ന സമയവുമാണ്. അപ്പോഴാണ് 75 തികയാൻ 10 മാസം ബാക്കിയുള്ളപ്പോൾ ധൻഖർ ഉപരാഷ്ട്രപതി പദത്തിൽ നിന്നും രാജിവെക്കുന്നത്. ഒരു കാര്യം അച്ചട്ടാണ്, ഈ രാജി ഒട്ടും നിഷ്കളങ്കമല്ല. അതുയർത്തുന്ന രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. അതേക്കുറിച്ച് പറയാൻ പോലും മടിക്കുന്ന ദേശീയ മാധ്യമങ്ങളാണ് ചുറ്റും എന്നതിനാൽ യഥാർത്ഥ വിഷയത്തിൽ ചർച്ചകൾ നടക്കുന്നില്ല എന്നേയുള്ളൂ. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.